ഹലോ, നമ്മളപ്പം കൊല്ലം എക്സ്പോ കാണാനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കൊല്ലത്ത് ആശ്രാമ മൈതാനത്ത് നടക്കുന്ന എക്സ്പോയാണിത്. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്പേസ് ഉണ്ട്. അവിടെ കയറി ഫോട്ടോസോ വീഡിയോസോ എന്ത് വേണേലും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ ഒരു ഫൗണ്ടൈൻ പോലുണ്ട്. അവിടെ നിന്നും ഇതൊക്കെ ഒരു ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് പറ്റും. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ്. അപ്പം ഇതുപോലുള്ള കുറച്ച് സീനറീസും കാര്യങ്ങളുമാണ് ആദ്യത്തെ സെക്ഷനിലുള്ളത്. എന്തായാലും ഇവിടെ വരെ എത്തിയതല്ല, അപ്പം ഞാനും കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അടുത്തത് നമുക്ക് റോബോട്ട്സിനെ കണ്ടാലോ. അപ്പം ഈ ഒരു സെക്ഷൻ ഫുൾ റോബോട്ട്സിൻ്റെയാണ്. അപ്പം ഇത് ഇൻട്രാക്റ്റ് ചെയ്യുന്ന റോബോട്ട്സാണ്. പക്ഷേ ഒരുപാട് ആളുകളായതുകൊണ്ട് ഇതിൻ്റെ ആ ഒരു ഇൻട്രാക്റ്റിംഗ് എന്താ അതിന് പറയുന്നത്, അത് ഇന്നാക്റ്റീവ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഒരുപാട് ഇൻട്രാക്ട് ചെയ്യത്തില്ല. പക്ഷേ ഈ റോബോട്ടിനെ നമ്മളിങ്ങനെ കൈ കാണിക്കുവാണെങ്കിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ കണ്ണൊക്കെ അടച്ച് കാണിക്കുന്നുണ്ടായിരുന്നേ. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് ഇതിൻ്റെ ഡാൻസ്. അടിപൊളിയായിരുന്നു കേട്ടോ. ഇതാണെങ്കിൽ നല്ല എന്താ പറയുന്നത്, നല്ല രസമാണിത്. ഭയങ്കര എൻജോയ് ചെയ്താണ് ഇത് ഡാൻസ് ഒക്കെ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇരുന്നപ്പം ഇതിങ്ങനെ ലവ് ഒക്കെ വരച്ച് കാണിച്ചിട്ടുണ്ട്. നല്ല രസമായിരുന്നു അത്. പിന്നെ ഈ ഒരു റോബോട്ട് എന്ന് പറയുന്നത് കുറച്ച് എക്സസൈസൊക്കെ ചെയ്ത് കാണിക്കുന്ന പോലെ, പിന്നെ ഡാൻസൊക്കെ കളിച്ച് കാണിക്കുന്ന പോലെയൊക്കെ കുറച്ച് ആക്ഷൻസൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മളിപ്പം അവർ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്ത് വെക്കും, അത് ഈ റോബോട്ട് ഈ ഒരു പേന വെച്ചിട്ട് എഴുതും. ഇതിപ്പം ജസ്റ്റ് എൻ്റെ പേരൊന്ന് എഴുതി കാണിക്കാൻ പറഞ്ഞപ്പം അവർ ജസ്റ്റ് കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്തിട്ട് എന്നിട്ട് അതിൻ്റെ ഇത് വെച്ചിട്ട് എഴുതുവാണ്. നമുക്കിതൊക്കെ കാണുമ്പോൾ വലിയൊരു അത്ഭുതം പോലൊക്കെ തോന്നും. പിന്നെ ഇത് ഫുൾ എൻജോയ് ചെയ്ത് ഡാൻസ് കളിക്കുന്ന അടിപൊളി ഒരു റോബോട്ടാണ്. കണ്ടോ, പുഷപ്പൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല യോയോ സ്റ്റെപ്പൊക്കെയാണ് ഇടുന്നത്. പിന്നെന്താ, ഇതുപോലെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല സീനറീസൊക്കെ ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. അടുത്തത് നമുക്ക് നമ്മുടെ മത്സ്യകന്യകയെ കാണാൻ പോകാം. അയ്യോ, അത് നല്ലതായിരുന്നു കേട്ടോ. എനിക്ക് മത്സ്യകന്യകയുടെ ചിരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ഒരു ഫാൻ ഗേളായി മാറി. കണ്ടോ, ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര ക്യൂട്ട് ചിരിയാണ്. ഇനി നമുക്ക് മീനുകളുടെ ലോകത്തോട്ട് ചെല്ലാം. അതായത് ഇവിടെ കുറേ മീനുകളുണ്ട്, വെറൈറ്റി ആയിട്ടുള്ള കുറേ മീനുകളുണ്ട്. എല്ലാം നല്ല ഭംഗിയാണ് കാണാൻ.
ഇത് അടിപൊളിയാണ്. നമ്മുടെ കടലിൻ്റെ അടിയിൽ കൂടെ നടക്കുന്ന പോലെ, ഈ ടണലിലൂടെ നടക്കുമ്പോഴേ കടലിൻ്റെ അടിയിൽ കൂടെ നടക്കുന്ന പോലെ തന്നെ നമുക്ക് ഫീലാകും. പിന്നെ ഇതുപോലത്തെ കുറച്ച് ഗെയിം സെക്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതുപോലെ കമ്മലും വളയും മാലയും എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് വീട്ടിലോട്ട് ആവശ്യമായ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഇതുപോലെ ടോയ്സ് ഉണ്ട്. പിന്നെ അക്വേറിയത്തിലെ പൂച്ചകളുണ്ട്. അത് 2 സെക്ഷനായിട്ടാണ് അവർ ഇട്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഒറ്റയടിക്ക് നോക്കുവാണെങ്കിൽ അക്വേറിയത്തിൽ പൂച്ച കിടക്കുന്ന പോലെ തന്നെയാണ് തോന്നുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഗൃഹോപകരണ സാധനങ്ങളെല്ലാം ഉണ്ട്. എല്ലാം നല്ല കളക്ഷനാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കപ്പയും മീൻകറിയും മേടിച്ചു. നല്ല ടേസ്റ്റായിരുന്നു കപ്പയ്ക്കും മീൻകറിക്കും. അതിനുശേഷം നമ്മുടെ 3D വേൾഡിലാണ് കയറിയിരിക്കുന്നത്.